ശ്രദ്ധിച്ചിരിക്കാം. ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് ഫോറിൻ ബസ് ഉള്ള കമ്പനിയാണ്. ബസ് സർവീസാണ്, ടൂറിസ്റ്റ് സർവീസാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡെയിലി ബേസിലുള്ള പരിപാടി. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നിട്ട് എങ്ങോട്ടാണ് പോവാറ്? സ്വീറ്റ് വില്ലേജ്. റിട്ടേൺ ബാക്ക് ടു എവിടേക്ക് തന്നെ വരും? ന്യൂ ടൗൺ. സെയിം ഡേ. ഇപ്പോൾ ഒരു റൂട്ട് അതാക്കാം, മനസ്സിലാക്കുക. ന്യൂ ടൗണിൽ നിന്ന് എങ്ങോട്ട് പോകും? സ്വീറ്റ് വില്ലേജ്. എന്നിട്ട് സ്വീറ്റ് വില്ലേജിൽ നിന്ന് തന്നെ തിരിച്ചു വരും. നമ്മളിവിടെ നിന്ന് ഇപ്പം പെരിന്തൽമണ്ണയിൽ എവിടെ പോകുന്ന പോലെ, മലക്കപ്പാറ പോകുന്നു തിരിച്ചു വരുന്ന പോലെ. അതിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. ന്യൂ ടൗണിൽ നിന്ന് സ്വീറ്റ് വില്ലേജിലേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. ദിസ് ട്രിപ്പ് ഓപ്പറേറ്റ് 10 days in a month. ഇത് ഒരു മാസത്തിൽ 10 ദിവസം തീരുന്നു ഈ ട്രിപ്പ് പോകും. ഒന്നരാടം വെച്ചിട്ട് പോകും, ആഴ്ച 3 ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും. ദ ബസ് ഓൾസോ പ്ലേസ് ഫോർ അനദർ 10 days ബിറ്റ്വീൻ. ഇനി വേറൊരു റൂട്ടും കൂടെ പറയുന്നത് ന്യൂ ടൗൺ ആൻഡ് ഏതാണ്? രാജ്പൂർ. ആൻഡ് റിട്ടേൺ ബാക്ക് ടു ദ ന്യൂ ടൗൺ ഇൻ ദ സെയിം ഡേ. അപ്പോൾ 10 ദിവസം എങ്ങനെ ഓടും? ന്യൂ ടൗണിൽ നിന്ന് സ്വീറ്റ് വില്ലേജിലേക്ക് ഓടും, 250 കിലോമീറ്റർ ഉള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 200 കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് ഇത്, രാജ്പൂർ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ന്യൂ ടൗൺ. അപ്പോൾ ഇവരുടെ മെയിൻ സ്ഥലം ഏതാണ്? കമ്പനിയുടെ ബിസിനസ് ഉള്ളത് എവിടെയായിരിക്കും? ന്യൂ ടൗൺ ആയിരിക്കും. ദ ബസ്സിൻ്റെ ലോക്കൽ സൈസിങ് എത്ര ദിവസം? 10 ദിവസം. അതും 10 ദിവസം കേട്ടോ. ഓൾസോ എത്രയാണ്? 10 ദിവസം. ഇനി ഇത് കൂടാതെ 3, അപ്പോൾ 2 ടൈപ്പ് സാധനമായിട്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒന്നും കൂടെ ഉണ്ട്. ഏതാണ്? ലോക്കൽ സൈറ്റ് സീയിങ് ഉണ്ട്. അത് 5 ദിവസമുള്ളൂ ഇന്നേ മന്ത്, ഒരു മാസത്തിൽ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിലോമീറ്ററാണ്? 80. ശ്രദ്ധിക്കണം കേട്ടോ. മറ്റത് 250 എങ്ങോട്ടാണ്? ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്കാണ്. തിരിച്ചുകൊണ്ട് വരേണ്ട 250 വേറെ ഉണ്ട്. 200 കിലോമീറ്റർ എന്താണ്? അങ്ങോട്ട് മാത്രമാണ്. ഇങ്ങോട്ട് തിരിച്ചു എത്ര വരും? 200. പക്ഷേ ഈ 80 അങ്ങനെയല്ല. ഈ 80 പെർ ഡേ മൊത്തം കറങ്ങുന്നതാണ്. മനസ്സിലായ? അങ്ങോട്ടുള്ള എല്ലാം ഇൻറ്റു 2ൻ്റെ പരിപാടി ഇവിടെ വേണ്ടി വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 3 ടൈപ്പ് സാധനമുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് ഡാറ്റ ആർ ഗിവൺ ബിലോ. കോസ്റ്റ് ഓഫ് ബസ്. ഒരു ബസ്സിന് കോസ്റ്റ് ഉണ്ട്. എത്ര? 70 lakh 80,000. ഡിപ്രീസിയേഷൻ എത്രയാണ്? 20%. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഡ്രൈവറുടെ സാലറി 20,000 പെർ മന്ത്, കണ്ടക്ടർ സാലറി 12,000 പെർ മന്ത്, പാർട്ട് ടൈം ക്ലർക്ക് സാലറി 6,000 പെർ മന്ത്, ഇൻഷുറൻസ് 24,000 പെർ ആനാണ്. ഓക്കെ അല്ലേ? മന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഡീസൽ 10 കിലോമീറ്റർ പെർ എത്ര? 90 പെർ ലിറ്റർ. ഒരു 90 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടും? അപ്പോൾ 1 കിലോമീറ്ററിന് എത്ര വരിക? 90 ഡിവൈഡ് ബൈ 10. ഇവിടെ എത്ര കിലോമീറ്റർ ഓടി ഇൻറ്റു അടിച്ചാൽ എന്ത് ചെയ്യും? ടോട്ടൽ ഡീസൽ കോസ്റ്റ് കിട്ടും. അടുത്ത പറയുന്നത് ടോക്കൺ ടാക്സ് 36,000. പെർമിറ്റ് ഫീസ് അല്ലേ 4,000. ടോക്കൺ ടാക്സ് എത്രയാണ്? 36,000 പെർ ആനാണ്. പിന്നെ സൺഡേ എക്സ്പെൻസും കുറേ സാധനം തന്നിട്ടുണ്ടോ? ഒന്നും വലിയ പ്രശ്നമുള്ളതല്ല, ഈസിയാണ്. ഒക്കെ എടുത്ത് എഴുതിയാൽ മതി. കുറേ ഐറ്റം തന്നതുകൊണ്ട് കൺഫ്യൂസറാണ്. ലൂബ്രിക്കൻ്റ് ഓയിൽ എങ്ങനെ പറഞ്ഞു? 200 കിലോമീറ്റർ ഓടാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ 800 രൂപയ്ക്ക്. ഓയിൽ 800 രൂപയ്ക്ക് അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടാം? 200. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് അതിനനുസരിച്ച് 800 ഡിവൈഡ് ബൈ 200 ഇൻറ്റു എത്ര കിലോമീറ്റർ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മന്ത് തന്നിട്ടുണ്ട്. നോർമൽ കപ്പാസിറ്റി 60 പാസഞ്ചറെ ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ. വൈൽ പ്ലേയിങ് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സ്വീറ്റ് വില്ലേജ് ബസ് ഒക്യുപ്പൈഡ് 90%. സ്വീറ്റ് വില്ലേജിലേക്ക് പോകുമ്പോൾ എത്രയാണ്? 90%. എന്നാൽ രാജ്പൂരിലേക്ക് പോകുമ്പോൾ എത്രയാണ്? 80% കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ആളുകൾ കൂടുതൽ എവിടേക്കാണ് പോകുന്നത്? സ്വീറ്റ് വില്ലേജിലേക്കാണ്. ബോത്ത് വേ. ഇൻ ദ ന്യൂ ടൗൺ ബസ് റൺ ഫുൾ കപ്പാസിറ്റി. ഇൻ ന്യൂ ടൗൺ എന്ന് പറഞ്ഞാൽ ലോക്കൽ സൈറ്റ് സീയിങ് ഇല്ലേ, അതിന് നല്ല ആളുണ്ട്. അത് ഫുൾ കപ്പാസിറ്റിയിലാണ് എന്ത് ചെയ്യുക? ഓടാറ്. ദ കമ്പനി ആൻഡ് പ്രോഫിറ്റ് മാർജിൻ 25% ഓഫ് ടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസിന് പറയുന്നതാണ്. ടേക്കിങ് സെയിൽസ് എന്ന് പറയാൻ പറ്റില്ല. കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആഡ് ചെയ്താൽ ഇവരുടെ ഫ്രൈറ്റ് ചാർജ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇവരുടെ ഫീസ്. ആ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആയിട്ടുള്ള അതോ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തതിൻ്റെ മുകളിലാണ് 25%. ഇൻട്രസ്റ്റും ടാക്സൊക്കെ ഒഴിവാക്കാൻ ആയിക്കോട്ടെ, സന്തോഷം.
യു ആർ ഈക്വൽ ടു കാൽക്കുലേറ്റ് ദ ബെസ്റ്റ് ഫെയർ ടു ബി ചാർജ് ടു സ്വീറ്റ് വില്ലേജിലേക്കുള്ള ബസ് ചാർജ് കാണണം, രാജ്പൂരിലേക്കുള്ളത് കാണണം, പിന്നെ ഏതാണ് ലോക്കൽ ട്രിപ്പ്. ഓക്കെ അല്ലേ? സ്വീറ്റ് വില്ലേജിലേക്കും രാജ്പൂരിലേക്കും പിന്നെ ഏതാണ് ലോക്കൽ. അങ്ങനെ 3. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കണം, ബസ് ഫെയർ ടു ബി ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇതിൻ്റെ കോസ്റ്റ് അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഏതിനെ കൊണ്ടാണ്? പാസഞ്ചർ കിലോമീറ്ററിനെ കൊണ്ടാണ്. ഏതിനെ കൊണ്ടാണ്? പാസഞ്ചർ കിലോമീറ്റർ. അപ്പോൾ ആദ്യം ഇതിൽ പ്രധാനപ്പെട്ട വർക്കിംഗ് നോട്ട് ഏത് കാണാനാണ്? പാസഞ്ചർ കിലോമീറ്റർ. വെരി സിമ്പിൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച സ്ഥിതിക്ക് പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ മനോഹരമായ ന്യൂ ടൗൺ. ഈ ന്യൂ ടൗണിൽ നിന്ന് സ്വീറ്റ് വില്ലേജിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്? 250. ഇവിടുന്ന് അങ്ങോട്ട് പോകണം, തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ എത്ര പാസഞ്ചർ കിലോമീറ്റർ ഉണ്ടാവും? പാസഞ്ചർ കിലോമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? പാസഞ്ചർ ഇൻറ്റു കിലോമീറ്റർ. ഓക്കെ അല്ലേ? അത് പെർ മന്ത് ആവുമ്പോൾ ഇൻറ്റു എത്ര അടിക്കണം? ഒരു ദിവസത്തെ ഇൻറ്റു 30 അടിക്കണം. ഓക്കെ അല്ലേ? നോക്കാം. 30 അല്ല, ഇവിടെ 10 ദിവസം പിന്നെ 5 ദിവസം അങ്ങനെ ഉള്ളൂ. 250 കിലോമീറ്റർ ഓടണം. ഇവിടുന്ന് അങ്ങോട്ടാണ് 250, തിരിച്ചിങ്ങോട്ട് എത്ര ഉണ്ടാവും? 200. അപ്പോൾ എത്ര അടിക്കണം? 2 അടിക്കണ്ട. ഇങ്ങനെ എത്ര ദിവസം ഓടും? 10 ദിവസം. ഓക്കെ അല്ലേ? ബസ്സിന് എത്ര കപ്പാസിറ്റി ഉള്ളത്? 60. കപ്പാസിറ്റി പറയുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എത്ര? 60. അതിൻ്റെ എത്രയാണ് ഒക്യുപ്പൻസി ഉള്ളത്? ഓക്കെ, 60 സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 90% ഓക്യുപ്പൻസി. അപ്പോൾ എത്ര വരും? 2,70,000 പാസഞ്ചർ കിലോമീറ്റർ. പ്രൊട്ടജലോ. അതേപോലെ രാജ്പൂരിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ന്യൂ ടൗണിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? രാജ്പൂർക്ക്. എത്ര കിലോമീറ്ററാണ്? 200 കിലോമീറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു 2. അതും 10 ദിവസമാണ്. അതും സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? 60. പക്ഷെ ഒക്യുപ്പൻസി എത്ര ഉള്ളൂ? 80%. ഇങ്ങനെ ഇരിക്കണം. തലയ്ക്കും കൈ കൊടുത്ത് ഇങ്ങനെ ഇരുന്നു. ഓക്കെ അല്ലേ? ഇതപ്പം ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ചെയ്യുമ്പോഴല്ലേ നമുക്ക് പിന്നെ ചെയ്യാൻ കേട്ടുള്ളൂ. പിന്നെ ആളെ നോക്കിയിട്ടല്ല പറഞ്ഞു, പിന്നെ ആരും ഉദ്ദേശിച്ചതല്ല. ലോക്കൽ ട്രിപ്പ് 80 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ടു ആൻഡ് ഫ്രോ ഇല്ല, മൊത്തം 80 ഉള്ളൂ. അങ്ങനെ 5 ദിവസം. എത്ര കപ്പാസിറ്റി? 60. അതിൻ്റെ ഫുള്ളും എന്താണ്? ഒക്യുപ്പൻസി ഉണ്ടാവും. 100% പ്രത്യേകിച്ച് എഴുതണം. അപ്പോൾ 24,000. അങ്ങനെ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ 270, 1,92,000, 24,000. 4,84,000. ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ മെയിനായിട്ട് ടിസ്റ്റ് ഉള്ളൂ. ഇനി അടുത്ത സാധനം ഏതാണ്? ഇനി അടുത്ത് കാണേണ്ടത് റേറ്റ് കാണുമ്പോഴൊരു സാധനം കൂടെ ഉണ്ടാവും. ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ എക്സ്പെൻസുകൾ എടുത്തിട്ട് എഴുതാൻ ഒന്നും പറയാനില്ല. ഫിക്സഡ് എക്സ്പെൻസ് ഏതാണ്? ഡ്രൈവറുടെ സാലറി, കണ്ടക്ടറുടെ സാലറി, പാർക്കിംഗ് ക്ലർക്ക് സാലറി, ഇൻഷുറൻസ്, ടോക്കൺ ടാക്സ്, പെർമിറ്റ് ഫീസ്. ടോക്കൺ ടാക്സ് ഒക്കെ എത്രയാണ്? 36,000 ഡിവൈഡ് ബൈ 12. എത്രയോ? 3,000. ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതി. ഡിപ്രീസിയേഷൻ കുഴപ്പമില്ലല്ലോ. 70, 80,000 ഇൻറ്റു എത്രയാണ്? 20% ഇൻറ്റു 1/12. ഒരു മാസത്തിൽ 1,18,000. പിന്നെ റിപ്പയർ ഡീസൽ എങ്ങനെ കാണാം? വർക്കിംഗ് നോട്ട് നമ്പർ 2 ഡീസലിൻ്റെ കാര്യം പറയാം. ഡീസൽ 10 കിലോമീറ്റർ ഓടാൻ എത്ര വേണ്ടത്? 90. ഇവിടെ എത്ര കിലോമീറ്റർ ഓടുന്നു? 250 കിലോമീറ്റർ എവിടേക്ക് ഓടുന്നുണ്ട്? ന്യൂ ടൗണിൽ അല്ല, സ്വീറ്റ് വില്ലേജ്. എത്രയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എത്രയായി? 500 കിലോമീറ്റർ. അങ്ങനെ 10 ദിവസം. അപ്പോൾ എത്രയാണ്? 5,000. അതേപോലെ മറ്റേ രാജ്പൂരിലേക്ക് 200 ഇൻറ്റു 2 4,000. പിന്നെ 80 ഇൻറ്റു 5 400. മൊത്തം 9,400. ഓക്കെ അല്ലേ? 9,400 കിലോമീറ്ററാണ് ഓടുന്നത്. 90 രൂപയ്ക്ക് എന്ത് ചെയ്യണം? പെട്രോൾ അടിച്ചാൽ, ഡീസൽ അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടും? 10. അപ്പോൾ 90 ഡിവൈഡ് ബൈ എത്രയാണ്? 10. 1 കിലോമീറ്റർ ഓടണമെങ്കിൽ എത്ര രൂപയുടെ എണ്ണ വേണം? 9 രൂപ. അപ്പോൾ 9,400 എത്ര വേണം? 84,000 അല്ലേ? 84,600. അപ്പോൾ എണ്ണ കിട്ടി. അതാണ് 84,600. അടുത്ത ഓയിലാണ്. ഓയിലിൻ്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞുള്ളത്? ഓയിൽ മറന്നു. 800 പേർ ഏതാണ്? 200 കിലോമീറ്റർ. അപ്പോൾ ഈസി അല്ലേ ഓയിൽ കാണാൻ? ഓക്കെ. ഓക്കെ. നോട്ട് നമ്പർ ഏതാണ്? 2. ഏതാ ഓയിൽ? 800 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 9,400. 37,600.
അടുത്ത സൺഡേ എക്സ്പെൻസ് ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾ ടോട്ടൽ കോസ്റ്റ് എഴുതി. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽസ് ആണ്. പ്രോഫിറ്റ് 20% ടേക്കിങ്സ് ആണ്. അപ്പോൾ ടോട്ടൽ ടേക്കിങ്സ് കിട്ടും. നോക്കൂ, ഇതാണ് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവുക. ഇത് 30,95,000. അപ്പോൾ പ്രോഫിറ്റ് 25% ഇത് എത്ര ആയിട്ട് എടുക്കാം? 75. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 4,13,100 ഇത് വരാം. ടോട്ടൽ ടേക്കിങ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫെയർ വരും. പ്രോഫിറ്റ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ 4,13,100 25% ഇത് വരാം 10. ചെയ്ത് നോക്ക്. 4,13,100 25%. 1,03,275. ഓക്കെ അല്ലേ? അതറിയാം ട്രിക്ക്. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇത് എഫക്റ്റീവ് പാസഞ്ചർ കിലോമീറ്റർ പെർ മന്ത് വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 4,86,000. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. എന്താ? റേറ്റ് പെർ പാസഞ്ചർ കിലോമീറ്റർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? 1 കിലോമീറ്ററിന് അപ്പം എത്ര ഒരാളിൽ നിന്ന് കളക്ട് ചെയ്യണം? എങ്ങനെ കളക്ട് ചെയ്യുക? 4,13,100 ഡിവൈഡഡ് ബൈ 4,86,000. എത്ര? 0.85. ഓക്കെ അല്ലേ? ഞാനിവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ. നോക്കൂ, എന്താ? ഫെയർ ടു ബി ചാർജ്ഡ് ടു ട്രാവൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം ചാർജ് ചെയ്യണം? എത്രയാണ്? 85 പൈസ. 0.85. ഓക്കെ അല്ലേ? ഒന്നുമില്ല. 41,31,100 നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റും കോസ്റ്റും ഒക്കെ കവർ ചെയ്യുന്ന എമൗണ്ട് യാത്രക്കാരിൽ നിന്നും ഈടാക്കേണ്ടത്. എത്ര പാസഞ്ചർ കിലോമീറ്റർ ഉണ്ടാവും? 4,86,000 ഉണ്ടാവും. അപ്പോൾ ഒരാൾ 10 കിലോമീറ്റർ ഓടിയാൽ അയാളിൽ എത്ര രൂപ മേടിക്കും? 0.85 ഇൻറ്റു എത്രയാണ്? 10. രണ്ടാൾ 10 കിലോമീറ്റർ ഓടിയാൽ എങ്ങനെ മേടിക്കാം? 0.85 ഇൻറ്റു 10 ഇൻറ്റു എത്ര? 2. ഓക്കെ അല്ലേ? യെസ്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ എന്താ ചോദിച്ചത്? ബെസ്റ്റ് ടു ബി സ്വീറ്റ് വില്ലേജ്. ഇനി എല്ലാത്തിലും ഒരേപോലെ അല്ല, ചെറിയ മാറ്റമുണ്ട്. സ്വീറ്റ് വില്ലേജും രാജ്പൂറും പിന്നെ ലോക്കൽ ട്രിപ്പിൻ്റെയും നമ്മളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതണം. ശ്രദ്ധിക്കാം. ഫെയർ റേറ്റ് ടു ബി ചാർജ് പാസഞ്ചർ. അപ്പം ഞാൻ എവിടെ പോവാണ്? ന്യൂ ടൗണിൽ നിന്ന് സ്വീറ്റ് വില്ലേജിലേക്ക് പോകണം. ടു സ്വീറ്റ് വില്ലേജ് ഫ്രം ന്യൂ ടൗൺ. ശരിയാണ്. അപ്പം ഞാൻ 1 കിലോമീറ്ററിനാണ് എത്ര കൊടുക്കേണ്ടത്? 0.85. എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? 250. എനിക്ക് 1 കിലോമീറ്റർ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ട്രിപ്പാണോ അത്? മൈസൂരിലേക്ക് പോകുന്ന വണ്ടിയാണ്. മൈസൂരിലേക്ക് 250 കിലോമീറ്റർ. 1 കിലോമീറ്റർ 0.85. ഞാൻ ട്രിപ്പ് എടുക്കേണ്ടി വരും 213. 212.5 വരുന്നത്. റൗണ്ട് ചെയ്തിട്ട് 212. ഇനി രാജ്പൂരിലേക്കാണ് എന്ത് ചെയ്യുന്നത്? സിനാന് ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? 200 × 0.85 എത്ര കൊടുക്കണം? സിനാന് 170. ഓക്കെ അല്ലേ? ചെറിയ സിനാന് എന്ത് ചെയ്യുന്നത്? ലോക്കൽ ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 0.85 × 80 എത്ര വരും? 68. ഓക്കെ അല്ലേ? ഇത് വളരെ മുഖ്യം. അടുത്തൊരു ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്യാം. ഏതാണ്? 4B. ഏതാ? നമ്മുടെ കോണ്ടാക്ട് 4B. ഓക്കെ, യെസ്. പറയട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, വായിക്കാം. എ കോൺട്രാക്ടർ പ്രിപ്പയർ ഹിസ് അക്കൗണ്ട് ഫോർ ദ ഇയർ ended 31st March ഈച്ച് ഇയർ. കമ്പനി കമൻസ് ചെയ്തുള്ളത് ഇവിടുത്തെ മെയിൻ ഫസ്റ്റ് പോയിന്റുകളാണ്, നോട്ട് ചെയ്തോളാം. ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ എത്ര മാസം? 9 മാസം. അപ്പോൾ ഡിപ്രീസിയേഷൻ മറ്റൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം? 9 മാസം. സാലറി ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 9 മാസമാണ് നോട്ട് ചെയ്യും. അടുത്ത മെറ്റീരിയൽ എത്രയുണ്ട്? 2,51,000. ലേബർ ചാർജ്, സെയിൽസ് ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഡെബിറ്റ് ചെയ്യാം. മെറ്റീരിയൽ, ലേബർ ചാർജ്, ഫോർമൻ സാലറി, നത്തിങ് ഗ്രേറ്റ്, കോൺട്രാക്ട് അക്കൗണ്ടിൽ. പിന്നെ പറയുന്നത് മെഷീൻ കോസ്റ്റിംഗ് 2,60,000 ഹാവ് ബീൻ ഓൺ സൈറ്റ് ഫോർ 146 days. ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് എത്ര പറഞ്ഞു? 7 years. സ്ക്രാപ്പ് വാല്യൂ 50. ഇപ്പം തന്നെ ഡിപ്രീസിയേഷൻ കാണാം. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ പറയും? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ കോസ്റ്റ് എത്ര അടിക്കും? 2,60,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്ര? 15,000 ഡിവൈഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എത്ര? 7. അപ്പോൾ എത്ര കിട്ടും? 35.
ഈ 35,000 പെർ ആനല്ലേ? ഒരു വർഷം മൊത്തമായിട്ട് ഈ സൈറ്റിൽ ഈ മിഷനറി ഉപയോഗിച്ചോ? ഇല്ല. ഓൺലി എത്ര ദിവസമുള്ളൂ? 146. അപ്പോൾ ഇൻറ്റു 146 ഡിവൈഡഡ് ബൈ 365 എത്ര വരും? 14 ഗ്രാമിൻ്റെ. അപ്പോൾ 14,000 ഡിപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? ഇവരെന്ത് ചെയ്തത്? 2,60,000 ഡെബിറ്റ് ചെയ്ത് 2,40,000 എന്ത് ചെയ്ത്? ക്രെഡിറ്റ് ചെയ്ത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര എഴുതണം? 15 അല്ലല്ലോ, 14 അല്ലേ? കുഴപ്പമില്ലല്ലോ മക്കളെ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? 14,000 എഴുതാം. ഇവിടെ 2,60 ഡെബിറ്റ് ചെയ്ത് 1,46 ചെയ്ത് ക്രെഡിറ്റ് ചെയ്തു. ഓർ ഡെബിറ്റ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 14,000. ജസ്റ്റ് എഴുതി വെച്ചാൽ സൂപ്പർവൈസർക്ക് കൊടുക്കണം സാലറി 8,000 പെർ മന്ത്. അയാളുടെ സമയത്തിന്റെ 1/2 ടൈം ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിവോട്ട് ചെയ്യുന്നുള്ളൂ. നത്തിങ് ഗ്രേറ്റ്. അപ്പൊ 8,000 ഇൻറ്റു എത്ര മാസം ഉള്ളൂ? 9 മാസം. 8,000 ഇൻറ്റു 9 കഴിഞ്ഞിട്ടില്ല. അയാൾ ഫുള്ളും ഈ കോണ്ടാക്ടിന് വേണ്ടിയിട്ടില്ല. അപ്പൊ ഇൻറ്റു എത്ര ഉള്ളൂ? 1/2 എത്ര വരും? 36,000. സൂപ്പർവൈസറുടെ സാലറി എത്ര? 36,000. അടുത്ത അതർ അഡ്മിനിസ്ട്രേഷൻ ചാർജ് ഒക്കെ 1,36,500. ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഡെബിറ്റ്. ഓക്കെ അല്ലേ? മെറ്റീരിയൽ ഓൺ സൈറ്റ് 34,500 ക്രെഡിറ്റ് ചെയ്യണം. 34,500 സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ഏതാണ്? കോൺട്രാക്ട് പ്രൈസ് 20 lakh ആണ്. 2/3 ഓഫ് ദ കോൺട്രാക്ട് വാസ് കംപ്ലീറ്റ്. മറ്റേ സാധനം ഏത്? വർക്ക് സർട്ടിഫൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ സാധനം. മെയിൻ ഹൈലൈറ്റ് എഴുതാണ്. 2/3 ഓഫ് ദ കോൺട്രാക്ട് വാസ് കംപ്ലീറ്റഡ്. The architecture issued a certificate only at 50% of the contract price and the contract had been paid at 7,50,000. ഒന്നുകൂടെ വായിച്ചാൽ 2/3 of the contract was completed. എന്നാൽ ആർക്കിടെക്ചർ എത്രയാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളൂ? 50%. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കണ്ടെത്താൻ പറ്റും. എങ്ങനെ കണ്ടെത്താം? 20 ലക്ഷം അല്ലേ കോൺട്രാക്ട് പ്രൈസ്? അതിൻ്റെ 50% എത്രയാണ്? 10 ലക്ഷം. അതാണ് ഇത് വർക്ക് സർട്ടിഫൈഡ്. 10 ലക്ഷം വർക്ക് സർട്ടിഫൈഡ്. ഇവിടെ എന്താ വർക്ക് സർട്ടിഫൈഡ്? 10 ലക്ഷം. ഓക്കെ അല്ലേ? ഷുഹൈബ് എന്തുണ്ടായി? കോണ്ടാക്ട് ചെയ്തിരുന്നു? ഉറങ്ങിപ്പോയില്ല. അടുത്തേതാ? അങ്ങനെയൊക്കെ തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വർക്കിനോട്ടിലേക്ക് പോകാം. ഏത് കാണണം? വർക്ക് അൺസർട്ടിഫൈഡ് കാണും. കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് കാണും. അതിന് ഇതുവരെയുള്ള ടോട്ടൽ കോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ബ്രേക്കപ്പ് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ? ഇതുവരെയുള്ള ഏത് ചെയ്യേണ്ട? മെറ്റീരിയൽ കഴിഞ്ഞ് ഏത് ഈ വർക്ക് സർട്ടിഫൈഡും ഇത് വേറെ ഭാഗമായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നിലവിലുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഫോർമാൻ സാലറി, മെഷീൻ, അതോടെ ഡിപ്രീസിയേഷൻ, പിന്നെ അത് സൂപ്പർവൈസർ സാലറി, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ടോട്ടൽ ചെയ്യാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യാം? ഈ പറയുന്ന മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക്, മെറ്റീരിയൽ മെഷീൻ എഴുതണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ വർക്ക് കോസ്റ്റ് എത്ര കിട്ടും? 10,49,000. ഓക്കെ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് 2,51,000. ഡിപ്രീസിയേഷൻ ആയിട്ട് ചെയ്തില്ല. പിന്നെ 5,65,600, 81,300, പിന്നെ 14,000 പ്ലസ് 36,000 പ്ലസ് 1,36,500 മൈനസ് 35,400 10,49,000. ഇതാണ് ഇതുവരെയുള്ള കോസ്റ്റ്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് ഇവിടെ വരാം. ടോട്ടൽ കോസ്റ്റ് ഇന്നും 10,49,000. ഇത് വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3. നമ്മളോട് എഴുതിയിട്ടുണ്ട്. അതായത് 2/3. 2/3 ഓഫ് ദ കോൺട്രാക്ട് വാസ് കംപ്ലീറ്റഡ്. പക്ഷേ ഈ 2/3 വർക്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പോലും 2/3 നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ ആക്കാം. എത്രയാണ്? 66.6667. ക്ലിയർ? ദെൻ അപ്പോൾ ഈ 10,49,000 എത്ര പെർസെൻറ്റേജിന് തുല്യമാണ്? 66.667 തുല്യമാണ്. ഓക്കെ. എന്നാൽ സർട്ടിഫൈഡ് ഉള്ളത് 1/2 ഉള്ളൂ, 50% ഉള്ളൂ. അപ്പോൾ വർക്ക് അൺസർട്ടിഫൈഡ് എങ്ങനെ കാണാം? നമ്മളവരോട് ആവശ്യപ്പെട്ടത് 66% കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ്. പക്ഷെ വർക്ക് സർട്ടിഫൈഡ് എത്ര ഉള്ളൂ? 50 ഉള്ളൂ. അപ്പോൾ എത്രയാണ് അൺസർട്ടിഫൈഡ്? 16.667. കുറച്ച് ഏറെ തോന്നുന്നു ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട്.
ഇനി എമൗണ്ട് ഈക്വൽ ടു, അപ്പൊ ഈ ഇതിനുള്ള, അപ്പൊ ഇനി പ്രശ്നം ചെല്ലും. അൺസർട്ടിഫൈഡ് പെർസെൻറ്റേജ് കിട്ടി, ഈ പെർസെൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കണ്ടാൽ ഓക്കെയാണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ മോഡൽ എഴുതി വെച്ചാൽ ഈ 10,49,000 എന്ന് പറഞ്ഞാൽ 66.66% ആണെങ്കിൽ 16.66% ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കണ്ടല്ല. 10,49,000 ഡിവൈഡ് ബൈ 66.66 ഇൻറ്റു 16.66 എത്ര? 2,62,250. ഓക്കെ, നേരെ കൊണ്ടുപോയിട്ട് എവിടെ എഴുതാം? വർക്ക് അൺസർട്ടിഫൈഡ് എഴുതാം. ഒന്നും നോക്കണ്ട, ബാലൻസ് ചെയ്താൽ എന്ത് കിട്ടും? നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ വർക്ക് കോസ്റ്റ് ഇവിടെ എഴുതുന്ന സ്റ്റെപ്പ് എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അത് വേറെ കാൽക്കുലേറ്ററിലൊന്ന് ചെയ്താൽ മതി. മനസ്സിലായ? എന്നിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്താൽ നോഷണൽ പ്രോഫിറ്റ് ഇട്ടാലും മതി. ഈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്യും. ഇനി എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L കാണണം. എന്താ ഇക്വേഷൻ? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാ? 10 ലക്ഷം. കോൺട്രാക്ട് പ്രൈസ് എത്രയാ? 20 ലക്ഷം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടും? 50%. നത്തിങ് ലേറ്റ്. ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? എവിടെ തന്നുള്ളത്? 50% കോൺട്രാക്ട് പ്രൈസ് എന്താണ്? ആർക്കിടെക്ചർ എന്ത് ചെയ്തിട്ട് സർട്ടിഫൈഡ്. അപ്പോൾ സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ലാബ് ഏതാണ്? 2/3. 2/3. എന്താ ഇക്വേഷൻ? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫിക്കറ്റ്. ക്യാഷ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. എത്രയാ? 7,50,000. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,06,665. അങ്ങനെ കിട്ടും. ഓക്കെ, ക്വസ്റ്റിൽ ആവശ്യപ്പെട്ട പ്രിപ്പയർ കോൺടാക്ട് അക്കൗണ്ടാണ്. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു P&L. ഇതാകെ പ്രത്യേകിച്ച് ഒരു പറയേണ്ട ആവശ്യമുണ്ടാകും. കോൺടാക്ട് അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി P&L ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ശരി.